ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ? ഭയങ്കര മഴയാണല്ലേ, പുറത്ത് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഉള്ളിലിവിടെ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ പപ്പയുടെ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം പോകുന്ന ലാസ്റ്റ് ഡേ ആണ്. അപ്പം അതുകൊണ്ട് എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടം, മിസ്സിങ് ഒക്കെ തോന്നുന്നുണ്ട്. ഇന്ന് ഏതപ്പന് നല്ല ഹാപ്പിയാണ്. പതിവില്ലാതെ കുറച്ച് ഉമ്മയൊക്കെ തന്നു. അവൻ്റെ കുറച്ച് സ്നേഹമൊക്കെ പതിവില്ലാതെ അനുഭവിക്കാൻ വേണ്ടി പറ്റി. അപ്പം ഞങ്ങൾ പോവുകയാണെന്ന് അറിഞ്ഞപ്പം കണ്ടോ, മഴയായിട്ട് പോലും ഞങ്ങൾ പോവാന്ന് അറിഞ്ഞിട്ട് മഴയായിട്ട് പോലും അവൻ്റെ ചെറിയച്ഛനും മേമയും ഓടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം അവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ അവർ വരുന്നതിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മുടെ അമ്മ എന്ത് ചെയ്ത് ലെഗ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ അടുക്കളയിൽ ഒരു വശത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കിന്ന് എഗ് റൈസാണ്. അതിൻ്റെ കൂടെ ചെറിയ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായിട്ടോ, നമ്മളൊരു പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊരു അവരെ ഒന്ന് സൽക്കരിച്ച് വിട്ട്. നമ്മൾ ഏതപ്പനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫുഡ്. ഞാൻ ചുമ്മാ അത് കൊടുത്ത് നോക്കിയതാണ്. അവന് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു, ഇഷ്ടപ്പെട്ടു. ശേഷം നമ്മളിതേ ഇനി പോകാനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ 11 മണിക്കാണ് പരപ്പനങ്ങാടി എന്നാണ് ട്രെയിൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏതപ്പൻ അവിടെ വീട്ടിൽ നിന്ന് ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും ഓൻ്റെ ലോകത്തായിരുന്നു. എല്ലാം നോക്കി ചെക്ക് ചെയ്തു ഉറപ്പ് വരുത്തുകയാണ്. ചെക്കറായി മാറിയവൻ. ഞാനിവിടെ കോക്കറിയൊക്കെ കാണിച്ചുകൊണ്ട് കുറച്ച് നേരം അവനെയൊക്കെ എടുത്ത് പിടിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അവനെ ഒരു പട്ടി ഷോയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ ഏത് ട്രെയിനിൽ കയറിയതിന് ശേഷം അവൻ്റെ ലോകത്തായിരുന്നു. ഓട്ടോയൊക്കെ ഓടിച്ച് എല്ലാവരെയും നോക്കി. ഞങ്ങളങ്ങനെ സേഫായിട്ട് ഞങ്ങളിതേ കോട്ടയത്തോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂട്ടാനായിട്ട് നമ്മുടെ ഒരു അനിയച്ചാരി വന്നിട്ടുണ്ട്. എസ്കലേറ്ററാണ്. എനിക്ക് എസ്കലേറ്റർ പണ്ടേ പേടി കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ പതിവ് സ്റ്റെപ്പിലോട്ട് പോയി.